ശില്പശാലയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജിനി. നമുക്കറിയാം, നെറ്റ് സീറോ കാർബൺ ജനങ്ങളുടെ എന്നതിൻ്റെ ശില്പശാലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനം, മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചൂടൊക്കെ കൂടിയ സാഹചര്യത്തിൽ സോളാറിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എൻ്റെ കടമ നിങ്ങളെല്ലാവർക്കും സ്വാഗതം പറയാനുള്ളതാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന ഹരിത കേരള മിഷൻ്റെ റിസോഴ്സ് പേഴ്സൺ ശ്രീ സോമൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശ്രീ അമാൻ സാറാണ്. സാറിനെ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ വിഷയാവതരണം നടത്തുന്നതാണ് സോമൻ സാറിനെ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോമൻ ജോണി ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെമ്പർമാരായ ബിന്ദു മെമ്പറേയും ഉഷ മെമ്പറേയും ബിന്ദു മാത്യുവിനെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ ലതാ വിശ്വനെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേക സ്വാഗതം ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്ന നവകേരളം കർമ്മ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ പ്രിയപ്പെട്ട അമാൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ ഏറെ ഭാവനാപൂർണ്ണം ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു പദ്ധതി കേരളത്തിൽ കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഒരു ജില്ലയിൽ 5 വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലാണ് പദ്ധതി ആരംഭിക്കാൻ ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ചത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കാലാവസ്ഥ വ്യതിയാനവും അതിൻ്റെ ഭാഗമായുള്ള വിവിധ ദുരന്തങ്ങളും നിരന്തരമായി വേട്ടയാടുന്ന ഒരു ഭൂപ്രദേശമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പൂർണ്ണമായി തടയുന്നതിന് എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് ലോകമാകെ വലിയ ഗൗരവപൂർണമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്താകെ കാലാവസ്ഥാ രംഗത്ത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കാർബൺ ന്യൂട്രലാവുന്ന പ്രദേശങ്ങളെ സൃഷ്ടിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ തിരിച്ചറിയുകയാണ്. 2075 ഇന്ത്യ കാർബൺ ന്യൂട്രൽ രാജ്യമായി മാറും എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2050 കേരളം ഈ രംഗത്ത് നേട്ടം കൈവരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ ഏതൊരു പദ്ധതിയും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരംഭിച്ച് പിന്നീട് അത് വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് എപ്പോഴും ഗവൺമെൻറ് കാണുന്ന പദ്ധതികളോടുള്ള സമീപനം. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു ജില്ലയിൽ 5 വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആദ്യഘട്ടത്തിൽ കാർബൺ ന്യൂട്രൽ എന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു പദ്ധതി, നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ഒരു പദ്ധതി ഗവൺമെൻറ് ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗ്യവശാൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഈ പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടേതാണ്, വെളിയന്നൂരാണ്. മുമ്പ് കേരളത്തിൽ തന്നെ മീനങ്ങാടി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ എന്ന പദവിയിലേക്ക് എത്തുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വിപുലമായി ക്യാമ്പയിൻ വർക്കും കുറച്ചുകൂടി വിപുലമായി ഇടപെടലിലൂടെയുമാണ് അടുത്ത ഘട്ടം ഗവൺമെൻറ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ മീനങ്ങാടിക്ക് ശേഷം നമ്മൾ വെളിയന്നൂർ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു നിർദ്ദേശം. വളരെ വേഗതയിൽ ആ പദ്ധതിയിലേക്ക് നമ്മൾ പോകണം. വളരെ വേഗതയിലേക്ക് ആ പദ്ധതിയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ശ്രദ്ധേയമായ ചില ഇടപെടലുകൾ നമ്മുടേതായ പ്രദേശത്ത് നിന്ന് നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം നമുക്കറിയാവുന്നതുപോലെ തന്നെ നിലവിൽ നമ്മുടെ പഞ്ചായത്തിലെ കാർബണിൻ്റെ അളവെങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. നമ്മുടെ മണ്ണിൽ കാർബൺ കണ്ടന്റ് എന്തുമാത്രം അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ മണ്ണിൽ ഒരു പരിധിക്കപ്പുറം അടങ്ങിയ പ്രദേശങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശത്തെ മണ്ണുകളുടെ സാമ്പിൾ എടുത്ത് ഭൂമിയുടെ മുകളിൽ നിന്നും വളരെ താഴെ അടിയിൽ നിന്നും സാമ്പിൾ എടുത്തൊരു പരിശോധന നടത്താൻ ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പണം നീക്കി വെച്ചിരുന്നു. അതാണ് നമുക്ക് കിട്ടിയൊരു ഗുണം. നമ്മുടെ പഞ്ചായത്തിന് മാത്രം അതിനാവശ്യമായ പണം ബഡ്ജറ്റിൽ തന്നെ വെച്ചത്.
ഇപ്പോൾ സോയിൽ സർവേ ആണ് അതുമായി ബന്ധപ്പെട്ട ചുമതല ഗവൺമെൻറ് ഏൽപ്പിച്ചത്. സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പഞ്ചായത്തിലെ മണ്ണിൻ്റെ ഘടനാ പരിശോധന പൂർത്തിയാക്കി, സാമ്പിളുകൾ എടുത്ത് ഘടനാ പരിശോധന പൂർത്തിയാക്കി. ഔദ്യോഗികമായ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി എന്ന നിലയിൽ അതിൻ്റെ സോയിൽ സർവേയുടെ ഡയറക്ടർ തന്നെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വേണം എന്നുള്ളതുകൊണ്ട് ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായില്ല. അപ്പോൾ 14-ാം തീയതി എന്ന ഡേറ്റ് അവർ 2 ദിവസം പറയിച്ചിട്ടുണ്ട്. 14-ാം തീയതി നമ്മുടെ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സോയിൽ സർവേയുടെ ഡയറക്ടർ നേരിട്ട് പങ്കെടുത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ റിസൾട്ട് എന്ത് എന്ന് ഔദ്യോഗികമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കും. നമ്മുടെ പഞ്ചായത്തിലെ മണ്ണ് പരിശോധിച്ചിട്ട് അതിൽ കാർബൺ കണ്ടന്റിൻ്റെ അളവ് എത്രയുണ്ട് എന്നുള്ളത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ നമ്മുടെ ചെടികളുടെ ഇലകളിൽ കാർബണിനെ സംബന്ധിച്ചൊരു പരിശോധന നടക്കണം. ആ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ കുസാറ്റുമായി ഒരു സംസാരിക്കുകയും കുസാറ്റ് ഏതാണ്ട് അത്തരത്തിലുള്ള പരിശോധന നടത്താം എന്ന് ഗവൺമെൻറ്റിനോട് തന്നെ സമ്മതിക്കുകയും ഞാൻ തന്നെ കുസാറ്റിൽ പോയി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആലോചനകളും ചർച്ചകളും നടക്കുകയും തുടർന്ന് തന്നെ കുസാറ്റ് തന്നെ ആ രംഗത്ത് അതിൻ്റെ പരീക്ഷണങ്ങളും അതിൻ്റെ പരിശോധനകളുമായി മുമ്പോട്ട് പോകും. പക്ഷെ നമ്മളായി ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളായി ചെയ്യേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ക്യാമ്പയിൻ വർക്കും ഇതിൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ഭാഗമുണ്ട്. മറ്റുള്ളതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നടക്കേണ്ടതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട പ്രവർത്തനത്തിനാണ് നമ്മളേറെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് നമ്മൾ കാണേണ്ടത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ചില അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമയിറങ്ങൻ തോട് വിഷയം വന്നപ്പോഴാണ് അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരുന്ന പ്ലാസ്റ്റിക്കുകളുടെ അളവ് നമുക്ക് ബോധ്യം വന്നു. നമ്മുടെ പഞ്ചായത്തിലും സമാനമായ സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വാർഷിക പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി നമ്മൾ വലിയ തോട് പൂർണ്ണമായി ആഴം കൂട്ടാൻ ഒരു പദ്ധതി വെച്ചു. വലിയ തോട് ആഴം കൂട്ടലിൻ്റെ ഭാഗമായി നമ്മുടെ വലിയ തോടിൻ്റെ ഒരു ഭാഗത്ത് 1-ാം വാർഡിൽ 2-ാം വാർഡ് കൂട്ടിച്ചേർന്നൊരു ഭാഗത്ത് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ആ പിക്ചർ കാണേണ്ടതാണ്, ചിത്രം കാണേണ്ടതാണ്. ഒരു അരയാൾ ഉയരത്തിൽ വലിയ തോടിനകത്ത് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി. JCB മണിക്കൂറുകൾ പണിയെടുക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിലെ നമ്മുടെ വലിയ തോതിലെ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി അതിൽ നിന്ന് വിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ 1-ാം വാർഡിൻ്റെയും 2-ാം വാർഡിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പ്രദേശത്ത് സംഭവിച്ചതാണ്. മണ്ണിൻ്റെ അടിയിലേക്ക് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടി. എങ്ങനെ വന്ന് കുമിഞ്ഞ് ഒരു പക്ഷേ വല്ല തടിയോ വല്ലതും കിടന്ന് അതിൽ വന്ന് തടഞ്ഞതായിരിക്കാം. കാലങ്ങളായി അങ്ങനെ വന്ന് അടിഞ്ഞുകൂടിയതായിരിക്കാം. 1 മീറ്ററിലധികം ഹൈറ്റിൽ പ്ലാസ്റ്റിക് നമ്മുടെ ഒരു തോടിനകത്ത് അടിഞ്ഞുകൂടി. ഏതാണ്ട് 120ഓളം മീറ്റർ നീളത്തിൽ എന്ന് പറയുമ്പോൾ എത്ര അപകടകരമായിരുന്നു നമ്മുടെ നാടിൻ്റെ പോലും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ വലിയ തോടാണ് നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജലവാഹിനി. അതിനെ മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടി അതിനെ നിരന്തരമായി നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ അത് മാറുന്ന ഘട്ടത്തിൽ അതിനെ ഒരു ഉപയോഗയോഗ്യമാക്കുന്നതിന് വേണ്ടി നിരന്തരമായ ഇടപെടൽ നമ്മൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി വലിയ തോടിൽ ഒരു ഘട്ടം ശുചിയാക്കൽ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കൊണ്ടല്ല, അടുത്ത വർഷവും അതിനുവേണ്ടി 15 ലക്ഷം രൂപ നമ്മൾ നീക്കിവെച്ച് ഒരു പദ്ധതി കൂടി എടുക്കുകയാണ്. 1, 2, 3 വർഷം കൊണ്ട് പൂർണ്ണമായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായിട്ടുള്ള തോട് പൂർണ്ണമായി മുക്തമാവും. ഒപ്പം തന്നെ അതിൻ്റെ സൈഡുകളിൽ ഹരിത കേരള മിഷൻ്റെ സോമൻ സാർ വേദിയിലുണ്ട്. സോമൻ സാറിൻ്റെ കൂടി സഹായത്തോടു കൂടി നമ്മൾ കുറ്റിമുളകൾ ലാത്തിമുളകൾ വയ്ക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി പൂർത്തിയാകും. ആ രംഗത്ത് നമുക്കൊരു മെച്ചപ്പെട്ട അവസ്ഥ സാഹചര്യം നമുക്ക് സംജാതമാകും. നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്നുള്ളത് വൈദ്യുതി ഉപയോഗ രംഗത്ത് ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് ചില ഗ്രേഡിങ്ങും മറ്റ് സംവിധാനങ്ങളിലേക്കും പോകാൻ തീരുമാനിച്ചു. അത് അമാൻ സാർ പറയുന്നതോട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ ഘട്ടത്തിലും ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുകയില്ല. അതിനപ്പുറത്ത് ചില സാമ്പത്തിക സമാഹരണ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ രംഗത്തുള്ള നമ്മുടെ ഇടപെടലുകളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സാർ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പഞ്ചായത്തിൽ 20% വീടുകളിലും എങ്കിലും സോളാർ എനർജി ഉപയോഗിക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയണം. സാമ്പത്തികമായി ശേഷിയുള്ളവർ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന വിധത്തിൽ സോളാർ എനർജിയെ നമ്മുടെ വീടുകളിൽ ഉപയോഗപ്പെടുത്തി ആ സോളാർ എനർജി ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾക്കറിയേണ്ട കാര്യം വ്യക്തിപരമായി നമുക്കൊരു നേട്ടമുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാം, മറ്റ് വൈദ്യുത വ്യതിയാനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നില്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആയുസ് വർദ്ധിക്കും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്കപ്പുറത്ത് സമൂഹത്തിന് വലിയ ഒരു നന്മ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബം പൂർണ്ണമായി വൈദ്യുത ഉപയോഗത്തിൽ നിന്ന് മാറി സോളാർ എനർജിയിലേക്ക് പോയാൽ 50 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് സമാനമായ ഗുണമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഒരു 20% കുടുംബങ്ങൾ സോളാർ എനർജിയിലേക്ക് മാറുന്നൊരു സാഹചര്യം സംജാതമായാൽ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ തന്നെ നമ്മുടെ പഞ്ചായത്തിനോട് സഹായം ചെയ്തിട്ടുണ്ട്. അത് ഓർക്കാതിരിക്കാൻ നിർത്തിയില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ അംഗൻവാടികളെ പൂർണ്ണമായി സോളാർ എനർജിയിലേക്ക് മാറ്റുക. കേരളത്തിൽ എല്ലാ അംഗൻവാടികളും സോളാർ എനർജിയിലേക്ക് മാറുന്ന, നമ്മുടെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും സോളാർ എനർജിയിലേക്ക് മാറുന്ന പഞ്ചായത്തായി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമ്മൾ മാറാൻ പോവുകയാണ്. അംഗൻവാടികൾ അതിൻ്റെ ഭാഗമായുള്ള ഉപകരണങ്ങളുടെ വിതരണം ആരംഭിച്ചു. ഇപ്പോൾ സോളാർ അടുപ്പുകൾ നിലവിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. മറ്റു ചില സോളാർ ഉപകരണങ്ങൾ ഇന്ന് സാധാരണ രീതിയിൽ വെച്ച് വിതരണം ചെയ്യും. ഇതെല്ലാം എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ നമുക്ക് തന്നതാണ് നമ്മുടെ അംഗൻവാടികൾക്ക് വേണ്ടി. അംഗൻവാടികളുടെ മുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളും പൂർത്തിയായി. നമ്മുടെ ഹോസ്പിറ്റലുകളുടെ എല്ലാം സബ് സെൻ്ററുകളുടെ എല്ലാം മുകളിൽ സോളാർ സ്ഥാപിച്ചുകൊണ്ട്
അത്തരം സ്ഥാപനങ്ങളെ പൂർണ്ണമായി സോളാറിലേക്ക് മാറ്റുകയാണ്. അംഗൻവാടിയും ഒപ്പം തന്നെ സബ് സെൻ്ററുകളും എടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം നമുക്കറിയാവുന്ന പോലെ അതെല്ലാം പകലാണ് പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായി വൈദ്യുതോർജ്ജത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി തന്നെ വൈദ്യുതോർജ്ജത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, കറണ്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട്, നമുക്ക് പൂർണ്ണമായി സോളാർ എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രം അതിനെ പ്രവർത്തിക്കുന്ന ഒരു രൂപ പോലും കണ്ടിയാൽ നടക്കുന്നില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന മാതൃകാ സ്ഥാപനങ്ങളായി ഇത് മാറ്റാൻ കഴിയും. അതൊരു ഘട്ടം. തുടർന്ന് വീടുകളിലേക്ക് കൂടി നമ്മൾ പോകണം. പരമാവധി വീടുകളിൽ എത്തുന്നതിന് ചില സഹായങ്ങളും ചില ഇടപെടലുകളും ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ വിവിധ സോളാർ കമ്പനികളുണ്ട്. അവർ ഈ പദ്ധതിയുടെ പ്രാഥമിക ഘട്ടം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. ഒപ്പം തന്നെ വേദിയിൽ നമുക്കറിയാവുന്ന പോലെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് മാനേജർ പ്രിയപ്പെട്ട ലതാ വിശ്വമുണ്ട്. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് അക്കാര്യത്തിൽ സാമ്പത്തികമായൊരു സഹായം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലൂടെ അത് ചെയ്തു തരുന്നതിന് തയ്യാറാണ്. ഒപ്പം തന്നെ ഗവൺമെൻറ് തന്നെ ഒരു നിശ്ചിത സബ്സിഡി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സബ്സിഡി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരും. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് സോളാർ എനർജിയിലേക്ക് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വ്യക്തിപരമായി നമ്മുടെ വീടുകളുമെല്ലാം പോവുക എന്നുള്ളത് ഒരു ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നു. മറ്റൊന്ന്, മാലിന്യമുക്ത രംഗത്ത് നമുക്ക് പൂർണ്ണമായ നേട്ടത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഒന്നും വലിച്ചെറിയുന്നില്ലാത്തവരായി നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ മാറണം. അത് മാറണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹായത്തോടു കൂടി ഒരു വിപുലമായ ക്യാമ്പയിൻ വർക്കിലേക്ക് പോകണം. ഞാൻ എൻ്റെ ഒന്നും വലിച്ചെറിയില്ല എന്ന് ഉറപ്പാക്കണം. എല്ലാ വീടുകളിലും അവരുടെ വീട്ടിലുള്ള അഴുകുന്ന ഓരോന്നും ജൈവ വസ്തുക്കളെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ഇടപെടുന്നതോടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ ഈ വർഷം കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായി വീടുകളിലെത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വാട്ടർ, ആ വേസ്റ്റ് വാട്ടറെ ഏതെങ്കിലും പറമ്പിലേക്ക് ഒഴുക്കി വിടാതെ, തോടുകളിലേക്ക് ഒഴുക്കി വിടാതെ പൂർണ്ണമായി അതിനെ ഒരു സോക്ക് പിറ്റിനുള്ളിൽ സംസ്കരിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് നമുക്ക് പോകണം. പലരും അതിന് ചെയ്യാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം അതിനുവേണ്ടി വരുന്നൊരു പണം മുടക്കാണ്. ആ രംഗത്ത് പൂർണ്ണമായി ഇപ്പോൾ MGNRESുമായി ബന്ധപ്പെട്ട ഒരു കൂടി ഇവിടെ ഉണ്ട്. പൂർണ്ണമായി ഒരു രൂപ പോലും ഒരു വീട്ടുകാരും മുടക്കണ്ട. പൂർണ്ണമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും പൂർണ്ണമായി അത് വെച്ചു കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയും ഈ ഒരു വർഷം കൊണ്ട് അത് പൂർണ്ണമായി എല്ലാ വീടുകളിലേക്ക് എത്തുകയാണ്. വീടുകളിൽ എത്തിയത് കൊണ്ട് കാര്യമില്ല, നമ്മുടെ പൊതുസ്ഥാപനങ്ങളും ആ നിലയിൽ മാറും. ഇപ്പോൾ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും നമുക്കറിയാവുന്ന പോലെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം പഞ്ചായത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും അംഗൻവാടികൾ, ആശുപത്രികൾ, നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമല്ല എല്ലാ സ്കൂളുകളിലെയും വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു പദ്ധതി ഈ വർഷം നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. എല്ലാ പൊതുസ്ഥാപനങ്ങളിലും പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള, പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള മുഴുവൻ പൊതുസ്ഥാപനങ്ങളിലും ഈ സാമ്പത്തിക വർഷം അതിനുള്ള പദ്ധതി വെച്ചു കഴിഞ്ഞു. ആ പദ്ധതി തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് വളരെ കൃത്യമായി അവിടെ നിന്ന് ഒരു മലിനജലവും ഒരാളുടെയും പുറയിടത്തിലേക്ക് ഒഴുകുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന പദ്ധതിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനാവശ്യമാകുന്ന പണം നീക്കി വെച്ചു. ഗവൺമെൻറ്റും വലിയ പിന്തുണയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നൽകിയ അത്രയും പണം നമുക്ക് വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. ഒരു 15 ലക്ഷം രൂപയുടെ നമുക്കിപ്പോൾ എല്ലാം തീർക്കാൻ കഴിയും. പക്ഷെ നൽകിയ പണം വളരെ കൂടുതലാണ്. 45 ലക്ഷം രൂപയോളം ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. 45 ലക്ഷം രൂപയുടെ പദ്ധതി എടുക്കാറില്ല. 15 ലക്ഷം കൊടുക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം നേടും. പക്ഷേ നമുക്ക് കുറച്ചുകൂടി വിപുലമായി നമ്മുടെ ആയുർവേദ ആശുപത്രിയെല്ലാം ചികിത്സാ സൗകര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് നമ്മൾ പോകുന്നതിനെ കുറിച്ചുകൂടി ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു മികച്ച നിലയിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും മാറുന്നു. അങ്ങനെ പൂർണ്ണമായി നമുക്ക് ഒരു കാർബൺ ന്യൂട്രൽ പ്രദേശമായി എല്ലാ രംഗത്തും ഒരു മാതൃകയായി. മലിനജലം ഒരു വീട്ടുകാരും ഒഴുക്കുന്നില്ല, മാലിന്യ സംസ്കരണം കൃത്യമായി നടത്തുന്നു. ഏറ്റവും ഫലപ്രദമായി ഏറ്റവും നല്ലൊരു സ്ഥലമേത് എന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന ഒരു ശില്പശാലയിൽ ഞാൻ സെക്രട്ടറി പങ്കെടുക്കുമ്പോൾ ശില്പശാലയുടെ ഉദ്ഘാടകനായിരുന്ന വകുപ്പിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നല്ല ശുചിത്വമുള്ള നാട് കാണാൻ വേണ്ടി ആളുകൾ പണം മുടക്കി പോകുന്ന കാലമാണിത്. അപ്പോൾ ഫിൻലാൻഡ് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ചില ഗ്രാമങ്ങൾ ഏറ്റവും നല്ല മാതൃകാ ഗ്രാമങ്ങളായി, ശുചിത്വമുള്ള ഏറ്റവും നല്ല മാതൃകകളുള്ള ഗ്രാമമായി മാറുകയും ആ ഗ്രാമങ്ങൾ കാണാൻ വിദേശത്തു നിന്ന് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയും അതൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്യുന്ന ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ പലയിടത്തുമുണ്ട്. ഞങ്ങളും പോയി കണ്ടു എന്ന് പറഞ്ഞു. പോയി ചേർന്നതിന് ശേഷം ഗ്രാമത്തിൽ കയറാൻ എൻട്രി ഫീസ് പോലും പഞ്ചായത്ത് സ്വീകരിച്ച്, എൻട്രി ഫീസാണ്, അത്ര തിരക്കാണ്. എൻട്രി ഫീസ് വാങ്ങുന്നു, പഞ്ചായത്ത് ഗ്രാമത്തിനകത്ത് കയറ്റുന്നു, അകത്തെല്ലാം കയറി ഗ്രാമം കൊണ്ട് തിരിച്ചിറങ്ങി പോകുന്നു. അങ്ങനെയുള്ള ഗ്രാമങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നതെന്നെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മറ്റ് വിപുലമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വിപുലമായ സംവിധാനത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിന് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ശില്പശാലയുടെ തന്നെ രണ്ടാം ഘട്ടം നിലയിൽ ഉച്ചയ്ക്ക് ശേഷം ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ആക്ഷൻ പ്ലാൻ കൂടി അന്തിമമാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. നമ്മൾ തൊഴിലുറപ്പിൻ്റെ എല്ലാം സഹായത്തോടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമാവുന്ന ഒട്ടനവധിയായ നഷ്ടപ്പെട്ടു പോയ നാട്ടിലെ ഒട്ടനവധി പച്ചപ്പുകളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ചില
ജന്തുക്കളുണ്ടാവാം, മീനുകളുണ്ടാവാം. ഇതൊക്കെ ഇന്നലകളിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നലകളിൽ നമുക്ക് വളരെ സഹായകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുമാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ അതൊന്നും ഇല്ല, നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഉള്ളത് കുറയുണ്ട്. ഈ ഉള്ളതിനെ ഏതെല്ലാം ഉണ്ട്, അത് എവിടെയെല്ലാം നിൽക്കുന്നു, അതിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്നതുൾപ്പെടെയുള്ള ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സഹായത്തോടുകൂടി ഒരു വിപുലമായ പരിപാടി കൂടി നമ്മുടെ മെത്തേഡ് ആക്ഷൻ പ്ലാൻ അടുത്ത കുറച്ച് വർഷം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഭാവി വികസനത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരാതെ ഏറ്റവും ആ പ്രകൃതിയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വികസന പരിപ്രേക്ഷ്യം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ചർച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ കൂടി മാറും. ജൈവവിദ്യ ബോർഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വിപുലമായ ഒരു ക്യാമ്പയിൻ വർക്കുകളിലേക്കാണ് വരാൻ പോകുന്ന കുറച്ച് കാലം കൊണ്ട് പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ കെട്ടിപ്പോക്കുന്ന കെട്ടിടങ്ങളോ ഒപ്പം തന്നെ റോഡുകളോ മാത്രമല്ല വികസനം, അതിനപ്പുറത്തൊരു വിശാലമായ അർത്ഥത്തിൽ വികസനം ആവശ്യമുണ്ട് എന്നുള്ളതാണ് സമീപഭാവിയിലെ പല അനുഭവങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ പ്രകൃതിയെ നോവിക്കാതെ നമ്മുടെ പ്രകൃതിയിൽ ചില വീണ്ടെടുപ്പുകൾ കൂടി നടത്തി, എന്നാൽ നമ്മളായി ചില മാറ്റങ്ങൾ വരുത്തി, നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിനും നമ്മുടെ ഓരോരുത്തരുടെ ഇടപെടലിനും മാറ്റം വരുത്തി ഒരു വികസനം എങ്ങനെ സാധ്യമാവാം എന്നതിനാണ് ഗവൺമെൻറ് മുൻതൂക്കം കൊടുക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അമാൻ സാർ ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ അമാൻ സാർ നവകേരളം കർമ്മ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്ററായി വന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് പദ്ധതിയുടെ പ്രവർത്തനത്തിലേറെ സാർ യഥാർത്ഥത്തിൽ ജോയിൻ ചെയ്തില്ല. ചുമതല ഗവൺമെൻറ് ചുമതല സാറിന് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവായിട്ടുള്ളൂ. സാറിനെ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുമ്പോഴും ഇപ്പോഴും ജില്ലാ അസിസ്റ്റന്റ് പ്ലാനിംഗ് ഓഫീസറാണ്. പ്ലാനിംഗ് ഓഫീസർ നിലയിൽ പരിപാടിയിലേക്ക് വിളിച്ചു. പക്ഷേ ഉദ്ഘാടകനായി വേദിയിലേക്ക് എത്തുമ്പോൾ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങി. നവകേരളം കർമ്മപദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്ററായി നിയമിച്ചുകൊണ്ട് ഉത്തരവുകൾ ഇറങ്ങി 2-3 ദിവസത്തിനുള്ളിൽ സാർ ഇതിൻ്റെ ഭാഗമായി ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് പ്രതീക്ഷയാണ്. അമാൻ സാറിനെ പോലെ ഊർജ്ജസ്വലരായ ഉദ്യോഗസ്ഥർ നിരന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഇടപെടുകയും ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഏതറ്റം വരെയും പോകുന്നതിന് വേണ്ടി ആർക്കൊപ്പവും ചേർന്ന് നിന്ന പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ